ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ ഏതൊരു ബിടെക് ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതിൻ്റെ ഏറ്റവും പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു. നിലവിൽ കൺഫർമേഷൻ കൊടുക്കാനൊക്കെയുള്ള ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അതിൻ്റെ എക്സാം വരുന്നത് എപ്പോഴായിരുന്നു? 2025 ഫെബ്രുവരി 18 അതിൻ്റെ എക്സാം വരുന്നത്. സോ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനൊക്കെയുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ഒരു പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കൺഫർമേഷൻ നൽകണം കേട്ടോ. അതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള തീയതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഡിസംബർ 12 വരെ നിങ്ങൾക്ക് അതിൻ്റെ കൺഫർമേഷൻ നൽകാം. സോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൺഫർമേഷൻ നൽകുക. കൺഫർമേഷൻ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പറയുന്ന അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഒരു ലിസ്റ്റ് കാലാവധി തീരാതെ നിൽക്കുന്നുണ്ടായിരുന്നു. 125/2018 എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷനിൽ മുൻപത്തെ തവണ വന്ന IEO പോസ്റ്റ്, അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി നാളെ കൊണ്ട് പൂർത്തിയാവുകയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. പോസ്റ്റ് IEO ആണ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2021 ഡിസംബർ 8 അതിന് പ്രകാരം അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. 2024 ഡിസംബർ 8 വരെ. ഓക്കെ, അതായത് നാളെ വരെ അതിൻ്റെ ലിസ്റ്റിന് കാലാവധിയുണ്ട്. നാളെ കൊണ്ട് ഈ ഒരു ലിസ്റ്റ് അവസാനിക്കുകയാണ്. അതെന്താ മീൻ ചെയ്യുന്നത്? നാളത്തെ തീയതി വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ വേക്കൻസികളും ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും അവർ അഡ്വൈസുകൾ അയക്കുന്നുണ്ടാവുക. ഈ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അഡ്വൈസുകൾ അയക്കുന്നുണ്ടാവുക. നിലവിൽ 65ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നാളേക്ക് ശേഷം വരുന്ന പുതിയ ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസികൾ എങ്ങനെയായിരിക്കും ഫിൽ ചെയ്യുക? ഇനി നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ നിന്നും അവർ ക്രിയേറ്റ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും നാളെ കഴിഞ്ഞ് വരുന്ന വേക്കൻസികളൊക്കെ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നോക്കാം നമുക്ക്. കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ നാൾ വഴികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അഡ്വൈസുകൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഡ്വൈസുകൾ ഇത്രയുണ്ട് കേട്ടോ. 2022 സെപ്റ്റംബർ 12 14 വേക്കൻസികൾ വന്നു. ദെൻ വീണ്ടും ഒരു 4 വേക്കൻസികൾ വന്നു. ഒരു NJD വന്നു, 4 ഫ്രഷ് വന്നു. അങ്ങനെ ഏകദേശം 29/8/2024 വരെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികൾക്ക് അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. ഇതിന് ശേഷം 4 NJDകൾ കണ്ടോ. 26/11/2024 3 NJD, 4/12/2024, അതായത് 3 ദിവസം മുമ്പ് ഒരു NJD കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അഡ്വൈസുകൾ പോയില്ല കേട്ടോ. അപ്പോൾ എന്ത് സംഭവിക്കും? നിലവിലുള്ള ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ഈ 4 പേർക്ക് കൂടി അഡ്വൈസുകൾ പോകും. ഇനി ചിലപ്പോൾ ഒരു ഫീൽഡ് കൂടി വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും 8/12/2024 അവരൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യും. അതിന് പ്രകാരം നിലവിൽ വേറെ എന്തെങ്കിലും പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ NJDകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻട്രി വരുന്നത് ഈ ഒരു തീയതിയിലായിരിക്കും. ഈ ഒരു തീയതിക്ക് ശേഷം വരുന്ന പുതിയ വേക്കൻസികളോ NJDകളോ ഒക്കെ അവർ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നടക്കാൻ വേണ്ടി പോകുന്ന IEO പരീക്ഷയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. കാരണം ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാവാതെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചത് അല്ലേ? ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയാണ്, വളരെ ഫാസ്റ്റാണ്. അവർക്ക് നിലവിലെ കാലാവധി കഴിയുന്നതിനനുസരിച്ചിട്ട് പുതിയ ലിസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. വേഗത്തിൽ വേക്കൻസികൾ ഫിൽ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് സ്വാഭാവികമാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, 8 തീയതിയോട് കൂടിയിട്ട് നിലവിലെ ലിസ്റ്റ് എക്സ്പയർ ചെയ്യുകയാണ്. പുതിയ ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി വരുന്ന വേക്കൻസികൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നിലവിൽ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള IEO പോസ്റ്റ് വരുന്നത് 30/2024 എന്നുള്ള കാറ്റഗറി നമ്പറിൽ നിന്നുള്ളതായിരിക്കും. അവിടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് കൊടുത്തത്, അല്ലെ? വേക്കൻസിയുടെ നമ്പർ കൊടുത്തിട്ടില്ല. അതായത് പ്രതീക്ഷിത ഒഴിവുകൾ. ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് എത്രത്തോളം വേക്കൻസികളുണ്ടോ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഒരു 3 വർഷം. ആ 3 വർഷത്തിൽ എത്രത്തോളം നിയമനങ്ങൾ, എത്രത്തോളം വേക്കൻസികൾ വരുന്നുണ്ടോ
ആ വേക്കൻസികളായിരിക്കും നമ്മൾ ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഫില്ല് ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പോൾ ഇതിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്